നമസ്കാരം. അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ 10-ാം നമ്പറുകാരനെ. 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ ഹൃദയത്തോട് ആ 10-ാം നമ്പറുകാരനെ ചേർത്തു പിടിച്ചിരുന്നു. ഉത്സാഹത്തോടെ ആർത്തുല്ലസിച്ച് അവൻ വിളിച്ചിരുന്നു, വാമോസ് അർജന്റീന. ആ മെസ്സിയും കൂട്ടരും കേരളത്തിലേക്ക് വരുന്ന വാർത്തകൾ നാം അറിഞ്ഞതാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. സിനിമാ താരവും രാഷ്ട്രീയ നേതാവുമായ വിജയ് പങ്കെടുത്ത കരൂർ ദുരന്തത്തിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. മെസ്സി വരുന്നു. ഒരുക്കങ്ങളെല്ലാം നടക്കട്ടെ, എന്തുമാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അർജന്റീനയ്ക്ക് വേണ്ടി മലപ്പുറത്തുയർന്ന ഫ്ലെക്സ് ബോർഡുകൾ ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരുന്നു. മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ലോകത്തിലെ 10 രാജ്യങ്ങളിൽ ഒന്നാണ് അർജന്റീന. അർജന്റീന ആരാധക്കാർ ഫുട്ബോളിനേക്കാൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നീതിബോധവും രാഷ്ട്രീയ ബോധവും സത്യസന്ധതയും ഉള്ളവരാണെങ്കിൽ, ഫലസ്തീൻ ഐക്യദാർഢ്യം അറിയിക്കുന്ന മനുഷ്യരെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഞാനും ഒരു മനുഷ്യനാണോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിത്. അതിനുവേണ്ടി ഒരു വിരലെങ്കിലും അനക്കാൻ, ഒരു പ്രതിഷേധം, ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അവസാനം ആ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞു തന്നെ അവൻ ലോകത്തോട് വിട പറഞ്ഞു. അല്ല, അവനെ കൊന്നുകളഞ്ഞു. ഓ ആരാധകരെ, നിങ്ങളിത് അറിയുന്നുണ്ടോ? ഫ്രീ ഗസ, ഫ്രീ ഫലസ്തീൻ. താങ്ക് യു.